വയനാട്ടിൽ വിശ്വാസം മറയാക്കി ആദിവാസി സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചതായി പരാതി. തിരുനെല്ലി സ്വദേശിയാണ് കട്ടിക്കുളം സ്വദേശിയായ വർഗീസിനെതിരെ പരാതി നൽകിയത്. മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്ന തന്നെ ഇത് മറയാക്കി നിരന്തരം ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് അതിജീവിത 24-നോട് പറഞ്ഞു. പുളിമൂട് കുന്നിലെ വർഗീസ് എന്ന ഒരാൾ എൻ്റെ മോളെ കല്യാണവുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് വന്ന് കല്യാണമെല്ലാം നടത്തി. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കാലം നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഒരിക്കൽ 2023 ഏപ്രിൽ 2 എൻ്റെ ആങ്ങളേൻ്റെ മോളെ കല്യാണം നടന്നു. കുറ്റ്യാടി ആ ഭാഗത്തേക്കാണ് കെട്ടിച്ചു കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയത് ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ. അന്നേരം ഒരു വൈകുന്നേരം ആണ് ഇയാൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെയായിരുന്നു അയാളോട് സംസാരിക്കുകയോ എല്ലാം ചെയ്തത്. എന്നിട്ട് അയാൾ ഏതോ ഒരു സ്വാമീൻ്റെ അടുത്ത് പോയിട്ടാണ് പോലും വന്നത്. ഒരു ചരട് ജപിച്ച ചരടെല്ലാം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിലെല്ലാം കെട്ടിത്തന്നിട്ട് എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും എന്നെ പീഡിപ്പിക്കുമായിരുന്നു ലൈംഗികമായിട്ടല്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ ആ സ്വാമീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്നെ കൊന്നുകളയും, നീ മാത്രമല്ല നിൻ്റെ കുടുംബത്തോട് ഉണ്ടാവില്ല ഭൂമിയിൽ എന്നെല്ലാം. അങ്ങനെ എപ്പോൾ വരുമ്പോഴും ഇയാൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വീട്ടിൽ വരുമ്പോഴെല്ലാം കള്ളും കുടിച്ചിട്ടാണ് വരിക. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സമീർ, ഇതിൽ ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ ഒരു പോലീസിൽ അറിയിച്ചിട്ടുണ്ടോ? ആ നിലയ്ക്ക് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങേറ്റം ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട പരാതി അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെയാണല്ലോ, വെളിപ്പെടുത്തലാണല്ലോ ഇപ്പോൾ വരുന്നത്. വിജയകുമാർ, നിലവിൽ കുടുംബം അല്ലെങ്കിൽ പരാതിക്കാരി തിരുനെല്ലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ആരോപണ വിധേയനായ വർഗീസിനെ പ്രതി ചേർത്തുകൊണ്ട് തിരുനെല്ലി പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഇതെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ അതിജീവിത പറയുന്നത് 2023 ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ഈ അതിജീവിതയെ വർഗീസ് എന്ന് പറയുന്നയാൾ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത് എന്നുള്ളതാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. ആദ്യം ഈ ഒരു സ്വാമി ജപിച്ചതാണെന്ന് പറഞ്ഞ് ഒരു ചരട് അതിജീവിതയുടെ കയ്യിൽ നിർബന്ധിച്ച് ഈ വർഗീസ് കെട്ടുന്നത്. അതിന് പിന്നാലെ ഇനി നടക്കുന്ന കാര്യങ്ങളും തന്നെ ഒരിക്കലും തന്നെ പുറത്ത് പറയരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ കൊല്ലപ്പെടും, നിന്നെ കൊലപ്പെടുത്തണം എന്നുള്ളതാണ് സ്വാമി പറഞ്ഞത് എന്നുള്ളതാണ് ഈ അതിജീവിത വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഇവരെ പല ഘട്ടങ്ങളിലായി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. പലപ്പോഴും മദ്യപിച്ചെത്തിയാണ് ഇയാൾ ഈ അതിജീവിതയെ പലതവണയായി പീഡിപ്പിച്ചത്. ആരെടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊലപ്പെടുത്തുമെന്നുള്ളതാണ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ 2023 ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിൽ പല തവണയായി ഈ സ്ത്രീ അല്ലെങ്കിൽ അതിജീവിത ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. ഈ ചരട് ഉപേക്ഷിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പീഡന വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാലോ കൊല്ലപ്പെടുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായും ഈ അതിജീവിതയെ പല ഘട്ടങ്ങളിൽ അയാൾ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഈ വിവരം പുറത്തു കൊണ്ടുവന്ന ഈ സാമൂഹ്യ പ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്? നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്താണ് ഇവരൊരു പരാതി കിട്ടുന്നത്. ആ പരാതിയുടെ പുറത്താണ് ഞങ്ങളത് അന്വേഷിക്കുന്നത്. അപ്പോൾ അന്വേഷിക്കുമ്പോൾ കഴിഞ്ഞ വർഷം 2023 ജൂൺ മാസത്തിൽ 1-ാം തീയതി ഇവർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഇവരുടെ മകൾ മുഖേന പരാതി കൊടുത്തിരുന്നു. ആ പരാതി അന്നത്തെ അവിടെയുള്ള പോലീസുകാരുടെയും ഇവരായിട്ട് ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഇവർ അത് അന്ന് പിൻവലിക്കുകയും ഒത്തീർപ്പാക്കി തിരുനെല്ലി പോലീസിലാണ് നൽകിയിരുന്നത്. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി അത് അന്നത്തെ കാലത്ത് അവരുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഇല്ലാതാക്കുകയും ഒത്തീർപ്പാക്കുകയും ചെയ്തു. അതിനുശേഷം ഇവര് ഭീഷണിയുടെ നിഴലിൽ തന്നെ. ശരി സമീർ, എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരട്ടെ. ആ പരാതി പോലീസിൽ ഏൽപ്പിക്കാനും ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ പുറത്തു വരാനും ആ അതിജീവിതയെ സഹായിച്ച നാട്ടുകാരന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പോലീസ് അതിൽ കേസെടുത്തിട്ടുണ്ട്. ഈ വർഗീസ് എന്നയാളെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് ഉടൻ കടക്കും എന്നാണ് വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.